നല്ല ഡോക്ടേഴ്സ് ആയിട്ട് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ഡോക്ടേഴ്സ് പറഞ്ഞില്ലേ അങ്ങനെ ആയി മാറുന്നൊരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അതായത് കാക്കയല്ലേ ഇവിടെ കാക്ക അറിയാമോ? ആർക്കും കാക്ക അറിയുന്നുണ്ടോ? ഒരു ദിവസം കാക്കയ്ക്ക് ഭയങ്കര സങ്കടം, കറുത്തുപോയി, ശബ്ദം കൊള്ളില്ല, കാക്കൂക്കണം അല്ലെ, ശബ്ദം കൊള്ളത്തില്ല, നിറം കറുത്തുപോയി, എന്നെ ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ കാക്ക ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു ദിവസം കൊക്കിനെ കണ്ടു. അവിടെ കൊക്കില്ലേ, നല്ല വെളുത്തുള്ള, നല്ല നീണ്ട കാല്, നല്ല വലിയ ചുണ്ട്, നല്ല ഒക്കെ ഉണ്ട്. അപ്പൊ കൊക്കിനോട് ഈ കാക്ക പറഞ്ഞു, നീ എത്രല്ലേ ഈ ഭൂമിയില് ഏറ്റവും മനോഹരമായ പക്ഷി എന്ന് ചോദിച്ചാൽ കൊക്കാണ്. അപ്പൊ കൊക്ക് പറഞ്ഞു, നീ പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷെ ഞാൻ തത്തയെ കണ്ടപ്പോ എനിക്ക് അഹങ്കാരം മാറി അല്ലെ. അപ്പൊ കാക്ക തത്ത, ഓ അങ്ങനെ കാക്ക തത്തയെ അന്വേഷിച്ച് നടക്കുവാണ്. തത്തയെ കണ്ടപ്പോ പറഞ്ഞ കൊക്കൊക്കെ എന്ത് കൊക്ക്, കൊക്കൊക്കെ ഒരു കൊക്കാണ് അല്ലെ. ഇത്രയും മനോഹരമായ ചിറകുകൾ, തൂവല്, അതിന്റെ ചുണ്ട്, മനോഹരമായ ശബ്ദം. അപ്പൊ കാക്ക എന്ത് പറഞ്ഞു, നീയാണ് അല്ലെ ഈ ഭൂമിയിൽ ഏറ്റവും സുന്ദരമായ പക്ഷി എന്ന് ചോദിച്ചാൽ അതായിരിക്കും തത്തയാണ്. അപ്പൊ തത്ത പറഞ്ഞു, യു ആർ റൈറ്റ്, യു ആർ റോങ്. നീ പറഞ്ഞ ശരിയാണ്, പക്ഷെ 100% തെറ്റാണ്. കാരണം ഞാൻ മയിലിനെ കണ്ടപ്പോ എനിക്കത് മാറി. മയിലിനല്ലേ അത് കാക്ക മയിലിനെ അന്വേഷിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നത് ഒരു മ്യൂസിയം, ഒരു സൂവിൽ വെച്ചിട്ടാണ് ആരെ കാണുന്നത്, മയിലിനെ കൂട്ടിട്ടേക്കുവാ. കൂട്ടിക്കിടക്കുന്ന മയിലിനെ കണ്ട് അതിങ്ങനെ പീലിയൊക്കെ ഡാൻസിലേക്ക് കണ്ടപ്പോഴത്തേക്ക് കാക്ക പറഞ്ഞു, എന്ത് തത്ത, എന്ത് കൊക്ക്, നീയാണല്ലേ ഏറ്റവും മനോഹരമായ പക്ഷി എന്ന് ചോദിച്ചാൽ ആരാണത്, മയില് നീയാണ്. അവരിങ്ങനെ പിങ്ങി നിൽക്കല്ലേ. അപ്പൊ മയില് പറഞ്ഞു, അല്ലെ നീ പറഞ്ഞ ഭയങ്കര ശരിയാണ്, പക്ഷെ നീ ആലോചിച്ച് നോക്കി, ഞാൻ എവിടെയാണ് കിടക്കുന്നത്, ഒരു കൂട്ടിലല്ലേ. ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്, ഒരു കാക്കയായിരുന്നാ മതി. എന്നെ ആരും പിടിച്ച് കൂട്ടിലടക്കത്തില്ല അല്ലെ, ആരും പിടിച്ച് കൂട്ടിലടക്കത്തില്ല. എനിക്ക് ഇഷ്ടമുള്ളത് പറക്കാൻ പറ്റും. എന്റെ സ്വഭാവത്തിൽ ഫ്രീഡം, ഇൻഡിവിജ്വാലിറ്റി,